ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് റവയാണ് എടുക്കണം. അതാദ്യം തന്നെ ഞാൻ പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പൊടിച്ചുകൊണ്ടിരാം. ഈ ഗ്ലാസ് കൊണ്ട് അപ്പോൾ ആദ്യം പൊടിച്ചു കൊണ്ടുവരാം. അതിന് ശേഷം ഞാൻ ഭയങ്കര നൈസാവണമെന്നില്ല കേട്ടോ. ഒരു ഇതൊക്കെ ആയി കിട്ടിയാൽ മതി. എന്നാലും നന്നായി ഒരു ഇത് നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിക്കൊന്നും വേണ്ട, റവ ആയതുകൊണ്ട് അരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഞാനൊരു 250 ഗ്രാം ക്യാരറ്റാണ് എടുക്കണേ. അതിലൊരു ക്യാരറ്റ് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് ഞാൻ ചീവി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ച് ബാക്കിയുള്ളതാണത്. ഇത് ഞാൻ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് നമുക്കിതിൽ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിനി ഇത് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ റവ കുറവുള്ളെങ്കിൽ നമുക്ക് മിക്സിയിൽ രണ്ടും കൂടി അടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. അത്യാവശ്യം വലിയൊരു കേക്കാണ്. അപ്പോൾ ഒന്ന് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ ക്യാരറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതുപോലെ റവയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അത് നമുക്ക് അടിച്ചു കൊണ്ടുവരാം. അത് മാറ്റി വയ്ക്കാം. അത് ഇതേപോലെ തന്നെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കണ പോലെ അരിക്കേണ്ട അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ ഇതിലുണ്ടാകും ഒരു തരിയായിട്ടൊക്കെ. അത് കുഴപ്പമില്ല. അതങ്ങനെ അത് മാറ്റി വയ്ക്കാം നമുക്ക്. കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 2 ഗ്ലാസ് റവയാണല്ലോ നമ്മളെടുത്താണ്. അപ്പോൾ അതിൻ്റെ പകുതി ഗ്ലാസ് കൊണ്ട് ഞാൻ 2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അതായത് 1 ഗ്ലാസ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് പൊടിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒരു 3/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ അടിച്ചു കൊണ്ടുവന്നു. പിന്നെ ഞാൻ എടുക്കുന്നത് തൈരാണ് കണ്ടോ. ഈ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയോ ഏതെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ വാനില എസൻസാണ് 1 സ്പൂൺ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇതൊക്കെ കൂടി അതിൽ ചേർത്ത് ഞാൻ അടിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തേക്കും കലങ്ങി. നമ്മൾ മറ്റത് അരിപ്പയിൽ വെച്ച് അരിച്ചിട്ടൊക്കെയാണല്ലോ എടുക്കണം. അപ്പോൾ ഇതങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാതും കൂടി ഞാൻ അടിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു കൊണ്ടുവന്നത് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിക്കാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മൈദ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതൊക്കെ ഇട്ട് അരിക്കില്ല ചെയ്യുക. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതിലിട്ട് അടിച്ചു കൊണ്ട് നോക്കുകയാണ്. അപ്പോൾ തൈരാണ് ചേർക്കണം, മുട്ട ചേർക്കണില്ല കേട്ടോ. ഇനി നമ്മൾ ആദ്യം അരച്ചു കൊണ്ടുവന്ന ക്യാരറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരച്ചു കൊണ്ടുവന്നതിലേക്ക് ആദ്യം അത് മിക്സായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ റവ, അത് കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ലതാണ്. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയിൽ ഇത് പാകണത് നല്ല കേക്കാണ്. ഒരു 200 ഗ്രാം കൊള്ളണ ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ റവയ്ക്ക് എടുത്തത്. അപ്പോൾ ഒരു 400 ഗ്രാം റവ ഉണ്ടാവും. ഇതിൽ മറ്റേ പൊടിയും കൂടി ഞാൻ ഇട്ട് ഇളക്കിയായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് പൊടി അതിൽ നിന്ന് തന്നെ മാറ്റിയിട്ട് അതിൽ കാഷ്നട്ടും കിസ്മസും ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർക്കുക. ക്യാരറ്റ്
ഇടണ സ്ഥിതിക്ക് ഇപ്പം അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഇതാ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രയൽ ഒഴിച്ചതിന് ശേഷം. അപ്പം അത് ട്രയൽ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടാം. ഇതിലിപ്പോൾ ഞാൻ ഓയിലൊക്കെ പറ്റി വെച്ചിട്ടുള്ള ട്രേ ആണ്. നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾ വരുമ്പോഴേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കേക്കാണ്. 8 ഇഞ്ചിൻ്റെ ട്രേ ഇതിന് പാകമാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ്. എന്നിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് മാറ്റാം. പിന്നെ ചൂടാറിയിട്ട് നമുക്ക് എടുക്കാം. കണ്ട നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മുട്ടയൊന്നും ചേർത്തിട്ടില്ല, തൈരാണ് ചേർത്തത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കണ്ട നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.